ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രിൻസിപ്പൽ മത്തി പി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ലാൽ ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട് നമ്മുടെ അടുത്തായിട്ട്, ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളു. അവിടത്തേക്ക് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ കൂടെ ഇപ്പോൾ സജോ ഉണ്ട്, അനൂപുണ്ട്, അശ്വിനുണ്ട്, ജോയലുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന SG പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു കൂടുതൽ ആൾക്കാരും മലയാളികളാണ് അല്ലേ സജോ? അതെ അതെ, മലയാളികളാണ്. ഇവിടെ കുറേ അധികം സ്റ്റുഡൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പം ഈ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റല് അല്ലെ അവിടെ പഠിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ഒരുപാട് IT കമ്പനികളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ സ്റ്റേ ചെയ്യുന്നതും, പിന്നെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, ബേക്കറി, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സുകൾ, ഒരുപാട് നമുക്ക് മലയാളി തനിമയുള്ള ഫുഡുകൾ ഇവിടെ നിന്ന് കിട്ടും. അതായത് കണ്ണൂർ ഫുഡ് പോയിൻ്റ്, മലബാർ കഫേ, കാലിക്കറ്റ് കഫേ, അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അല്ലേ പ്രിൻസേട്ടാ? അതെ അതെ അതെ, ഇതാണ് നമ്മുടെ ലാൽ ബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ, ബാംഗ്ലൂരിലെ. നല്ല വൈബ് ഏരിയയാണ്, റോഡ് സൈഡിൽ തന്നെ. ഇനി നമുക്ക് ബാക്കി അകത്തോട്ട് ചെല്ലും. ടിക്കറ്റ് എത്ര രൂപയായിരുന്നു? ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപ, മൊത്തം 150 രൂപ. 150 ഞങ്ങൾ 5 പേരാണ് ഇപ്പോൾ പോകുന്നത്. ബാക്കി ഇനി അകത്തേക്ക് വരൂ. ഈ സെറ്റപ്പ് കൊള്ളാമല്ലേ? മൊത്തം വള്ളികൾ അല്ലേ? വള്ളികളാണ് മൊത്തം. ഏറ്റവും കൂടുതൽ ലവേഴ്സ് ആണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് ലാൽ ബാഗ്. അതെ, അവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പല ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ മൊത്തം കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഞങ്ങൾ ഇത് വിവരിക്കാം. ഇവര് ബാംഗ്ലൂരിൽ കുറെ വർഷമായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനും വന്നിട്ടുണ്ടോ? ഞാൻ 2 തവണ. ഓക്കെ. അത്യാവശ്യം നല്ല വൈബാണ്. ഈ കുറെ വള്ളികളും കുറെ ചെടികളും എല്ലാം. ഇതാണ് ഒരു ഹൈലൈറ്റ്. നമ്മൾ അകത്തോട്ടുള്ള എൻട്രൻസ് ആണ്. ഇങ്ങനെ വണ്ടി അകത്ത് തരും. വണ്ടിക്ക് പാസ് എടുത്താൽ വണ്ടി അകത്ത് തരും. പാസ് എടുത്താൽ മതി. ഇത് ലാൽബാഗിന്റെ 3ാമത്തെ സെക്കൻഡ് ഗേറ്റ്. ഇനിയുണ്ട് ഫസ്റ്റ് ഗേറ്റ്, വേറൊരു ഗേറ്റ് ഉണ്ട്. അതാണ് മെയിൻ എൻട്രൻസ്. ഇനി വേറെ എൻട്രൻസ് ഉണ്ട്. അവിടെ നടന്ന് ഇങ്ങോട്ട് വരുവായിരുന്നു. അവിടെ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. ആ ശരിയാ, മെയിൻ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാം അല്ലേ? അതല്ലേ നീ പോയിട്ടില്ലല്ലോ? നമ്മള് എൻട്രൻസ് വഴി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ കുറെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ്. പിന്നെന്താ, അവിടെ ഒരു മല കാണാം നമുക്ക്. അവിടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോന്നെ? അത് കൊള്ളാം. അടിപൊളിയല്ലേ? കൊള്ളാം. ഞാൻ ഓർത്ത് മറ്റേ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൊത്തം ചെടിയും കാര്യങ്ങളും. അതപ്പുറത്താ. ഇവിടെ അമ്പലമോ? ഇത് കൊള്ളാം. മേഘങ്ങളും കൊള്ളാം. ഇന്നത്തെ മേഘയല്ല, മേഘം. ഒരുമാതിരി കൊച്ചു കുട്ടികളെ പെരുന്നാൾ കൊണ്ട് നമ്മളിപ്പം ആ മല കയറി ടോപ്പിൽ വന്നു. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഒരു അമ്പലം, ആ കാണുന്നൊരു അമ്പലം മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഈ മലയിലില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി എങ്ങടാ? താഴോട്ടിറങ്ങി ഇതൊക്കെ താഴോട്ടോ. ഇവിടെ വലിയ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാമണ്ടം മരങ്ങൾ അല്ലേ? നല്ല പഴക്കം കാണും ഇതിനൊക്കെ അല്ലേ? അത് സെൽഫി സ്റ്റിക്ക്. കൊറോണ ആയിട്ട് നല്ല തിരക്കുണ്ട്. മാസ്ക് വെച്ചോ. അവിടെ എല്ലാം ഫോട്ടോ എടുക്കാൻ. ഇന്നത്തെ കുറേ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ടുകളുണ്ട്. ഒരു ബുദ്ധനാണോ? ബുദ്ധൻ്റെ പോലത്തെ ഒരു പ്രതിമ. ഇവിടെയും കുറേ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറേ സീനറി. വേറെ കൊത്തി വെച്ചേക്കും അല്ലേ? ഇവിടെ കാണാൻ പറ്റുന്നൊരു പീക്കോക്കിൻ്റെ ഒരു എന്താണ് പറഞ്ഞത്, ഈ തടിയിൽ 200 വർഷം പഴക്കമുള്ളൊരു തടിയിൽ കൊത്തി വെച്ചേക്കുന്ന ഒരു പീക്കോക്കിനെയാണ് നമുക്കൊണ്ട് അവിടെ കാണാൻ പറ്റും. നീൽഗിരി ട്രീ 200 years. ലാൽബാഗിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2018 ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇതാ അവിടെ ഒരു മുതല, അതും ഇതുപോലെ മരത്തിൽ കൊത്തി വെച്ചേക്കുന്ന സംഭവം. കൊള്ളാം. ഇത് ഏകദേശം 250 വർഷം പഴക്കമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ഓരോ മരങ്ങൾ, അതായത് വേസ്റ്റായി പോകുന്ന മരങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നത്. ശരിക്കും ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ്. ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു
അറ്റ്മോസ്ഫിയറാണ്, നല്ല തണലുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കപ്പിൾസിനും നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു സ്പോട്ടാണ് വന്നിരിക്കാനും സംസാരിക്കാനും. നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം വലിയ വലിയ മരങ്ങളാണ്. അത്യാവശ്യം എന്തോ മരം ഇത്? പൈൻ മരം അല്ല, ആ ഒരു സെറ്റപ്പിലുള്ള മരങ്ങളാണ്. ചിലതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് സെപ്പറേറ്റ് നിർത്തിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു ഗ്രില്ലൊക്കെ എടുത്തിട്ട് കൊള്ളാം. ഇതിപ്പോൾ ഞങ്ങൾ മരങ്ങൾ മാത്രമേ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചെടികളുടെ സെക്ഷൻ എത്തിയിട്ടില്ല ആക്ച്വലി. ഇതിവിടെ ഡയറക്ടറേറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, അതിൻ്റെ ലാൽബാഗിലെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്, മൊത്തം പൂക്കളാൽ സെറ്റ് ചെയ്തേക്കുക. ഇത് കൊള്ളാം. ഇതാണെങ്കിൽ മൊത്തം നീലക്കുറിഞ്ഞി ഇരിക്കുന്ന പോലെ ഒരു സെറ്റപ്പ്, നല്ല നീല കളറുള്ള പൂക്കൾ. ഇവിടെ നമ്മളുടെ വണ്ടിയുണ്ട്, ഇതിനകത്ത് ബാറ്ററിയുടെ ഓടുന്ന വണ്ടിയാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള്, അതിനകത്തൊരു ഗൈഡുണ്ട്, അവർ കൊണ്ടുപോയി നമ്മളെ ഫുള്ള് കറക്കി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓ എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. നോക്കിയേ ടീമേ, ഇതൊന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് വലിയൊരു മരം കാണാം. എനിക്ക് തോന്നുന്നു 100-200 ആയിരിക്കത്തില്ല, അതിൻ്റെ മേളിൽ പഴക്കം കാണുന്നതിന്. വലിയ ശീകരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു മരം, അടിപൊളി. ഇവിടെ ബിവെയർ ഓഫ് സ്നേക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നല്ല എന്താ പറയുക, കെയറായിരിക്കല്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പുല്ലുകളല്ലേ, പക്ഷെ ഇത് അടിപൊളിയല്ലേ. ഇതൊരു കുഞ്ഞൊരു പാർക്കല്ല, HMT വാച്ചസിൻ്റെ ഒരു സെറ്റപ്പിൽ. അതിപ്പോഴും വർക്കിംഗ് ആണ്. HMTയുടെ വാച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കാണാൻ പറ്റുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ലോൺ സെറ്റപ്പ്, കുഞ്ഞു കുഞ്ഞു ചെടികൾ. ഇതിവിടുത്തെ വേറൊരു എൻട്രൻസാണ്, ഗേറ്റ് നമ്പർ 2 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ള സെറ്റപ്പ്. ഒരു വൈബ് ഏരിയ. ഇതിനകത്ത് പല ഏരിയകളിൽ നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാൻ ഉള്ള, നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാൻ കുറേ സ്പോട്ടുകളുണ്ട്. അതുപോലെയുള്ളൊരു സ്പോട്ടാണ് ഇത്. ഗാർഡൻ അല്ലേ, നല്ല ഗ്രീനറിയാണ്, നല്ലൊരു സെറീനിറ്റി ഉള്ളൊരു സ്ഥലം. എന്തായാലും ബോറടിക്കത്തില്ല വന്നു കഴിഞ്ഞാൽ. 30 രൂപയ്ക്ക് നമുക്ക് വർത്താണ്. കാരണം കിലോമീറ്ററോട് കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ല അങ്ങനെ നടക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് ബാറ്ററി വണ്ടി കിട്ടും, അത് ഗൈഡ് കാണും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ബിവെയർ ഓഫ് സ്നേക്സ് ഇൻ ബുഷസ് ഗ്രോൺ അപ്പ് ലോൺസ് ആൻഡ് ഹോൾസ്. ഇവിടെ എല്ലാം, കാരണം ഇത്രയും വലിയൊരു ആവാസ വ്യവസ്ഥ ആയിക്കൊണ്ട് തന്നെ നമുക്ക് അതിഥികളെ ഇവിടെ പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഒരു ജാപ്പനീസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇവിടെ വെള്ളം ഒഴുകുന്നതായിരുന്നു, ഇപ്പം വറ്റി കിടക്കുകയാണ്. ഇവിടെ എന്താ സംഭവം? ജാപ്പനീസ് ഗാർഡൻ എഴുതി വെച്ചിട്ടൊരു അമ്പല സെറ്റപ്പാണല്ലോ. ഈ ബാമ്പു ആണ് തോന്നുന്നു കേട്ടോ, ബാമ്പു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പാമ്പിൻ്റെ പുറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരെണ്ണം പുറത്ത് കിടക്കുന്നതിന് തോന്നുന്നു. പക്ഷെ അത് നമ്മൾ വന്നപ്പോൾ ഒന്ന് അകത്ത് കയറി പോയി. ഇത് വേറൊരു രീതി, ഇച്ചിരി ഒരു കാടിൻ്റെ സെറ്റപ്പിലൂടെ ഒക്കെ നമ്മൾ നടന്നുകൊണ്ട് ഓഫ് റോഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെനിക്കൊന്ന് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മരം ഇതാണ്. നോക്കിയേ, എന്നാ വലിപ്പമല്ലേ ഇത്. ഇവിടെ ഒരു കുഞ്ഞ് തൂക്കുപാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം എനിക്കൊന്ന് വെള്ളം ഉള്ളതായിരുന്നു എന്നല്ലേ, പക്ഷെ ഇപ്പം വെള്ളമില്ല. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ വലിയ മരം. ആണോ? ഇതാണ് ഈ കോട്ടൻ്റെ ആയിരുന്നോ? ഓ അടിപൊളിയല്ലേ. ഇതിന് ബോൺസായി പാർക്ക്, അതിൻ്റെ ഒരു എൻട്രൻസ് ആണിത്.
ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ബോൺസായി മരങ്ങളുടെ ഏരിയ. അങ്ങനെ ഇവിടെ ഒരു വൈബായിട്ടൊരു എന്താ പറയുക, ഒരു പ്രതിമയും കാര്യങ്ങളും നമുക്കതോ അവിടെ കാണാം. അതൊരു മരമാണോ അതോ ഇങ്ങനെ ഇത്തിൽ വന്ന് നിൽക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ എന്താ ഇവിടെ ചെറിയൊരു മീനൊക്കെ ചെറിയൊരു കുളവും കാര്യങ്ങളും, പക്ഷെ ഇങ്ങോട്ട് ഇറക്കി വിടത്തില്ലല്ലേ. ഗൈസ്, ഇതാണ് ഈ ബോൺസായി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നമ്മുടെ ലാൽബാഗിൽ നമ്മളിപ്പം ലാൽബാഗിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. മെയിൻ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല വൈബ് ഏരിയ. ഇതെനിക്കൊന്നൊരു ലേക്കാണ്. അല്ലേ, നമുക്കിപ്പം ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം മൊത്തത്തിലൊരു വൈബ് ഏരിയ. ഇനി നമുക്ക് ഒരു ലോട്ടസ് പോണ്ട് ഉണ്ട് ഇവിടെ, ലാൽബാഗ് ലേക്ക്. ഇത് ലാൽബാഗ് ലേക്കാണ്. ഇവിടെ ലാൽബാഗ് വാട്ടർഫോൾ എന്നിവിടെ ഉണ്ട്, പക്ഷേ ഇത് ചുമ്മാ ജസ്റ്റ് ഇവർ തന്നെ ഒരു മാൻമെയ്ഡ് വാട്ടർഫോളാണ്. കാരണം ഇവിടെ തടയണയൊക്കെ വെച്ചിട്ട് നമുക്കാണ് ഇവിടെ തടയണയൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞ ലാൽബാഗ് ലേക്ക്. ഇങ്ങ് ദൂരെ കുറേ പക്ഷികളൊക്കെ ഇരിക്കുന്നതാണ്. ഇവിടെ നീർക്കാക്ക പോലത്തെ, കൊക്കും നീർക്കാക്കൊക്കെ പോലത്തെ സാധനങ്ങൾ. പിന്നെ ഇവിടെ പനമരങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കുറേ കുരങ്ങന്മാർ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു വഴിയായി. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ശരിക്കും പറയാമെങ്കിൽ ശരിക്കും നടന്ന് നമ്മൾ കുറേ കുഴയും. ഇതുപോലത്തെ വണ്ടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്, എല്ലാം കണ്ടു കേട്ട് വരാം. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് ക്ഷീണിക്കും. ഒത്തിരി എക്സ്പെക്ട് ചെയ്യാതെ വന്നാല് അല്ല, എന്നാലും 10-30 രൂപയ്ക്ക് നമുക്ക് പുറത്തല്ല. 30 രൂപയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. കുറെ പിന്നെ കുറെ ഇടത്ത് ചുമ്മാ നടക്കാം. നമുക്ക് സൺഡേ ഒക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇറങ്ങാം, കുഴപ്പമില്ല. പിന്നെ ഇരിക്കാൻ കുറെ സ്പേസസ് ഉണ്ട്. ഈ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നൈസായിരിക്കും. അതെ അതെ. ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് വരണം, ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല. ഫ്രണ്ട്സായിട്ടൊക്കെ വരണം, ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ആ ഒരു ഓളത്തിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അതെ അതെ. അപ്പം 30 രൂപയ്ക്ക് നമുക്ക് എന്തായാലും എന്തുകൊണ്ടും വർത്താണ് സംഭവം. ഇപ്പം ഞങ്ങളിപ്പം എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നു ഒരു വഴിയായി. അപ്പം തുടർന്ന് നല്ല നല്ല വീഡിയോസുമായി PV വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ പറ. ബൈ.